നമുക്ക് സർജറി ഇല്ലാതെ തന്നെ എടുക്കേണ്ടാത്ത ടെക്നിക്കുണ്ട്. നമുക്ക് സർജറി ഒന്നും വേണ്ട, നമുക്ക് ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കേണ്ട, കിടന്നുറങ്ങാം, കുളിക്കാം, ആഞ്ഞു പിടിച്ച് വലിച്ചാലും വരില്ല, നീന്താം. ഞാൻ ഈ പറയുന്ന ഈ ടി വിയിലൊക്കെ പറയുന്ന സെയിം ഡയലോഗ് തന്നെയാണ്. ഇത് ഡയലോഗല്ല, ഇത് യഥാർത്ഥമാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഗേറ്റ് വേ ഡോക്ടർ സേവ്യർ നമ്മുടെ കേരളത്തിൽ നല്ല ലോകത്തിൽ തന്നെ എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു ആത്മവിശ്വാസം പകരുന്ന ഒരു ബിസിനസ് സംരംഭമാണിത്. എന്തുകൊണ്ടാണ് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയതെന്നും അതിൽ നിന്നുള്ള പ്രചോദനം എന്താണെന്നും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. എന്താണ് ഇത്തരം ഒരു ബിസിനസ് മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം? കാരണം ഇത്രേ ഉള്ളൂ, ഞാൻ ആക്ച്വലി പ്രൊഫഷണലി ഞാൻ ഡോക്ടറാണ്. നമുക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്, എൻ്റെ ഫാദറാണ് നടത്തുന്നത്. ഫാദർ എന്നെ പഠിപ്പിച്ചത് പുള്ളിയുടെ കൂടെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ രാത്രി 2 മണിക്ക് 3 മണിക്ക് രാത്രി എഴുന്നേറ്റ് ഈ പേഷ്യൻസിനെ ഒക്കെ നോക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉറക്കം, കുറച്ചെങ്കിലും മനുഷ്യന് ഉറങ്ങണ്ടേ. ഞാനത് കെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈനിൽ ചിന്തിച്ചത്. ഞാൻ വിചാരിച്ചു നമുക്കൊരു കസ്റ്റമേഴ്സിന് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവർ രക്ഷയും പെടണം, പിന്നെ എൻ്റെ കാര്യം നടക്കണം, എനിക്കൊരു സമാധാനവും കിട്ടിക്കോളും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം. ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെടാൻ മെയിൻ കാരണം എന്താണെന്ന്, നമ്മുടെ US കമ്പനി ഒരു അന്നത്തെ ഒരു ടൈമിൽ 94 സമയത്ത് US കമ്പനിയുമായിട്ട് എനിക്കൊരു ടൈപ്പ് ഉണ്ടായി. അങ്ങനെയാണ് ഈ ഹെയർ ഫിക്സിങ് എന്ന സംഭവം തുടങ്ങിയത്. പണ്ട് അമേരിക്കക്കാരൊക്കെ സ്ത്രീകൾ അവരുടെ ഡ്രസ്സിനനുസരിച്ച് ഈ കളേർഡ് ഹെയർ ഒക്കെ ഫിക്സ് ചെയ്യുമായിരുന്നു. ആ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ മുടിയില്ലാത്ത ആൾക്കാർക്ക് മുടി അവരുടെ സെയിം ഹെയർ കളറിനനുസരിച്ച് ഫിക്സ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ആദ്യം ഇതൊരു തുടങ്ങിയത്. പിന്നീടാണ് ഇത് ഒറിജിനൽ ഹെയർ ഫിക്സിങ്ങിലോട്ട് തിരിഞ്ഞു വന്നത്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തു, ആ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തു. അന്ന് എടുക്കുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ എടുക്കണ്ട, നമുക്ക് സർജറി ഇല്ലാതെ തന്നെ എടുക്കേണ്ടാത്ത ടെക്നിക്കുണ്ട്. നമുക്ക് സർജറി ഒന്നും വേണ്ട, നമുക്ക് ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കേണ്ട, കിടന്നുറങ്ങാം, കുളിക്കാം, ആഞ്ഞു പിടിച്ച് വലിച്ചാലും വരില്ല, നീന്താം. ഞാൻ ഈ പറയുന്ന ഈ ടി വിയിലൊക്കെ പറയുന്ന സെയിം ഡയലോഗ് തന്നെയാണ്. ഇത് ഡയലോഗല്ല, ഇത് യഥാർത്ഥമാണ്. സംഭവം നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തിലെ ഒരു സ്വന്തം അന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഹെയർ ഫിക്സിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പം ഓരോ മേഖല, ചിലര് അന്നദാനം കൊടുക്കാറുണ്ട്, ചാരിറ്റി ചെയ്യാറുണ്ട്. അവരെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു അനുഭവം അവരെ ഹൃദയത്തിൽ സ്പർശിയായിട്ട് ഉണ്ടാകുമ്പോഴാണ് അവർ അത് കുറച്ച് പേരെ എന്തെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കും. അതേപോലെ തന്നെ അവരെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിക്തമായ ഒരു അനുഭവമാണ്. അപ്പോൾ ഇത്തരം മുടിയില്ലാതെ അല്ലെങ്കിൽ കഷണ്ടിയായിട്ട് നമ്മുടെ തലയുടെ മുടി പോയിട്ട് എവിടെയെങ്കിലും വിഷമിക്കുന്ന എന്തെങ്കിലും കുറെ ആൾക്കാരുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്പർശിയായ എന്തെങ്കിലും കാരണങ്ങൾ മനസ്സിൽ തട്ടുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഒരു അനുഭവം ഒരുപാട് പേര് മനുഷ്യ ജീവിതത്തിൽ ഈ തലമുടി നഷ്ടപ്പെടുന്നതിനും തലമുടിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ എണ്ണകൾ, ഓയിലുകൾ, അങ്ങനെയൊക്കെ അത് വളരാൻ വേണ്ടിയും അവരുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും വിഷമിക്കുന്ന പലരെയും ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. അത്തരം എന്തെങ്കിലും ഒരു അനുഭവത്തിന്റെ ഊർജം പകർന്നുകൊണ്ടാണോ ഈ മേഖല തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? അത് സത്യമാണ്. ഇതില് മുടിയില്ലാതെ വിഷമിക്കുന്ന പല ആൾക്കാരെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ടെക്നിക്ക്, ബിക്കോസ് നമ്മൾ അന്ന് ഹോസ്പിറ്റൽസിൽ അന്നത്തെ കാലത്ത് ഈ മുടി കിളിപ്പിക്കുന്ന സംഭവമോ മുടി ഫിക്സ് ചെയ്യുന്ന, അന്ന് പണ്ടത്തെ ഈ വിഗുകളാണുള്ളത്, ഒരു തൊപ്പി പോലെ വെക്കുന്ന ഒരു സംഭവം, അതല്ലാതെ വേറൊരു ടെക്നിക്കില്ല. അപ്പം അങ്ങനെ അതും ഉദ്ദേശിച്ചുമാണ്. പിന്നെ അതുമല്ല, ഞാൻ നിരവധി കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരെ പല രീതിയിൽ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. മുടി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പകുതി മുക്കാൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു ഉന്മേഷമില്ല, അവരൊരു യൗവനമാണ് ഞാൻ എന്നുള്ള ഫീലിംഗ് അവർക്കില്ല. അവർ ചിലപ്പം ചെറുപ്പക്കാരാണ്, ഒരു 28-29 വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ഫീൽ ചെയ്യുന്നത് ഒരു 40 വയസ്സായി എന്നുള്ള ഫീലിങ്ങിലോട്ടാണ് അവർക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഈ ഒരു ഫീലിംഗ് മാറ്റിയെടുക്കുന്നതാണ് എൻ്റെ ജോലി എന്ന് പറയുമ്പം എനിക്കും അതിനൊരു സംതൃപ്തിയുണ്ട്. അത് മാത്രമല്ല, നിരവധി, എനിക്കൊരു എക്സാമ്പിൾ പറയാനായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ഈയിടെയായിട്ട് ഒരു നമ്മുടെ കേരളത്തിലുള്ള UK ബേസ്ഡുള്ള നേഴ്സിനെയാണ് കണ്ടുമുട്ടിയത്. അവര് ആക്ച്വലി റിട്ടയർമെന്റ് ആയത് 83 വയസ്സുണ്ട്. 83 വയസ്സിൽ
ആരും അങ്ങനെ പോകത്തില്ലെന്ന് നമ്മൾ പറയുമെങ്കിലും അവരും ഒരു മനുഷ്യ മനസ്സാണ് അവർക്ക്. അവർ കിടപ്പ് രോഗിയാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, അവരെ പൊക്കിയെടുത്തോണ്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്, അവർക്ക് മുടി വെക്കണം. കിടപ്പ് രോഗിയായിട്ടുള്ള ആള് പോലും ഹെയർ ഫിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ എല്ലാം കുറെ ആൾക്കാർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രസിദ്ധമായ നടി ശ്രീവിദ്യ, ഒരു ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവർ പറഞ്ഞു എൻ്റെ മുഖം ആരും കാണരുത്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ അസുഖ സമയത്ത് ഈ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ അവസ്ഥയിലുള്ള ചിത്രം പുറം ലോകം കാണരുത് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് നമ്മളാരും കണ്ടിട്ടുമില്ല. അപ്പൊ ആ ഒരു 80 വയസ്സായാലും ഞാൻ എൻ്റെ അസുഖത്തിലും മരണസന്നദ്ധയായാലും ഞാൻ എപ്പോഴും എൻ്റെ സൗന്ദര്യത്തോടും ഇരിക്കണമെങ്കിൽ ആ മുടിയുടെ ആവശ്യകത കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്ത വന്നത്, അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ മറ്റൊരു കാര്യം, വളരെ വർഷക്കാലമായിട്ട് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടിരിക്കുന്നത് ശ്രീ സിദ്ദിഖാണ്. അദ്ദേഹത്തെ തന്നെ സാധാരണ വലിയ വലിയ സ്ഥാപനങ്ങൾ 1 വർഷം 2 വർഷം കഴിയും ബ്രാൻഡ് അംബാസഡറെ മാറ്റും. ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വെച്ചിരിക്കുന്നതിന്റെ കാര്യം, അദ്ദേഹം മുടിയില്ലാതെ തന്നെ ഈ നമ്മുടെ ഉപയോഗിക്കാതെ തന്നെ പൊതുവേദികളിലും അദ്ദേഹം ഇതണക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എന്താണോ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള ചുമതല കൃത്യമായി നിർവഹിക്കുന്നതുകൊണ്ടാണോ അദ്ദേഹത്തെ തന്നെ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്നത്? അത് ആണെങ്കിലും വേറൊരു വശം ഉണ്ട്. സിദ്ദിഖ് സാർ പല പല പടങ്ങള്, എത്ര പടങ്ങളാണ് പുള്ളിയുടെ ചെയ്തിട്ടുള്ളത്? പല വേഷങ്ങൾ ചെയ്യുന്നത് ഗേറ്റ്വേ ആണ്. സാറിന് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് സാറ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാത്രമല്ല, പുള്ളിയുടെ എല്ലാ സ്റ്റൈൽസിലും, എല്ലാ ഫിലിമിലുള്ള എല്ലാ സ്റ്റൈലുകളും ഗേറ്റ്വേ ആണ് സ്പോൺസർ ചെയ്യുന്നതും, ഗേറ്റ്വേ ആണ് ചെയ്തു കൊടുക്കുന്നത്. ആ സ്റ്റൈല് മൊത്തം പുള്ളി ഒരു പടം നമുക്ക് അയച്ചു തരും. ഇത് ഇങ്ങനെ വേണം ഡോക്ടർ, ഇത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തു തരണം എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറയുമ്പോൾ അതേപോലെ സ്റ്റൈൽ ചെയ്ത് പുള്ളിയുടെ പല പല പടങ്ങൾ നിങ്ങൾക്ക് കാണാം. എത്ര വേഷങ്ങളാണ് പുള്ളി ചെയ്തിരിക്കുന്നത് മുടിയും വെച്ചിട്ട്. ആ എല്ലാ പടങ്ങളുടെ മൊത്തം വേഷങ്ങൾ ഗേറ്റ്വേ ഹെയർ ഫിക്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മളും, പുള്ളി മനസ്സുകൊണ്ട് പുള്ളിയും നമുക്ക് വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ മൊത്തം എത്ര സ്ഥാപനമുണ്ട്? കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട്? കേരളത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെയാണ്? ഓവറോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ടോട്ടൽ ഏകദേശം 30ഓളം സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ഇത്രയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ആത്മവിശ്വാസം കൊടുക്കുന്ന ഈ സ്ഥാപനം കൊണ്ട് ഇനി എന്താണ് ഭാവിയിലെ പദ്ധതികൾ? എന്തെങ്കിലും മനസ്സിൽ ആസൂത്രണം ഉണ്ടോ എന്ന്? നമുക്ക് കുറച്ച് ഇത്രയും ജനങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തന്നെ ഭയങ്കരമായ തിരക്കുകളും ആൾക്കാരും ഒക്കെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കുറെ ജനങ്ങൾക്ക് കൂടെ ആത്മവിശ്വാസം കൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ സ്ഥാപനം കുറെ കൂടെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പദ്ധതികൾ മനസ്സിലുണ്ട്. സർവശക്തനായ ദൈവം നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പദ്ധതി ഇതാണ്. KFC ഇപ്പൊ മുക്കും മൂലയിലും തുടങ്ങിയിട്ടില്ലേ, അതുപോലെ ഗേറ്റ്വേ ഹെയർ ഫിക്സിംഗ് മുക്കും മൂലയും വേൾഡിൽ മൊത്തം തുടങ്ങണമെന്നാണ് ആഗ്രഹം.